കഴിഞ്ഞ ദിവസമായിരുന്നു ശാലുവിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞൊരു ന്യൂസ് വരുന്നത്. അതിനുശേഷം കുറേയധികം പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം പേര് പോസിറ്റീവായിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ കള്ളം പറയാതെ അവൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത കുറേയധികം ചാനൽസിൻ്റെയും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിൻ്റെയും അക്കൗണ്ടിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ പണി നോക്കുക, അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ കണ്ടോ എന്നൊക്കെ രീതിയിൽ ഇവനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേരെ ആ ഒരു കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ടായിരുന്നു. ന്യൂസ് വന്നു, പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പോലും ഇവനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. ഇവൻ്റെ വീട്ടിലൊക്കെ ഇവൻ്റെ മോളോടൊക്കെ ഇത് കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊക്കെ അത് സമ്മതിക്കുമോ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഇവനെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമാണ് എനിക്കറിയാത്തത്. അതൊരു 14 വയസ്സുള്ള ഒരു കുട്ടിയോടൊക്കെ ഇവനൊക്കെ ചെയ്തിട്ട് അവനെ വരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഉമ്മാരുണ്ട് ഈ ഒരു സമൂഹത്തിൽ. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് പേടിക്കേണ്ടത്. ഇവനെ പോലുള്ളവർ ചിന്താഗതിയൊക്കെ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ബോധം വേണം. ചെറിയ എന്തെങ്കിലും ഒരു കേസോ അങ്ങനൊന്നും അല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എങ്കിലും ചുമ്മാ പറഞ്ഞതോ ഒന്നുമല്ല. ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. അതുപോലെ തന്നെ പോലീസ് അത് കറക്റ്റായിട്ട് അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പോലും ഇവനെ പോലുള്ളവരെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്മാർക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അവന്മാരും ഇവനെ പോലുള്ളവന്മാരായിരിക്കും, അവനെ ഈ സമൂഹത്തിലുള്ളവരാണ് ഇങ്ങനെ കുറേ അധികം ആൾക്കാർ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടൊക്കെ പുച്ഛം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ ഉള്ളവന്മാരെയൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ കുറേ അവന്മാർ ചിലപ്പം സപ്പോർട്ട് ചെയ്തിട്ട് പറയാം. അവന്മാരും ആ ഒരു വർഗ്ഗത്തിൽ പെട്ടതാണെന്ന് എനിക്ക് പറയാനുള്ളൂ.